പിന്നെ ഈ മലാപ്പറമ്പിൽ ഒരു കഴിഞ്ഞ ദിവസം ഒരു പെൺവാണിഭ സംഘം പിടിയിലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. ഈ സംഘത്തിൽ ഇനിയും ആളുകൾ ഉണ്ട്. അവരെ കണ്ടെത്തേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ ബിന്ദു എന്ന് പറയുന്ന ഈ സ്ത്രീ, അവരാണല്ലോ ഈ നടത്തിപ്പ് കേന്ദ്രം അതിൻ്റെ ചുമതലക്കാരി. ഉം. അവരാണ് ഒന്നാം പ്രതി. ഇവർ മുമ്പും ഇത്തരത്തിൽ അനാശാസ്യ കേന്ദ്രം നടത്തി പിടിയിലായ ഒരു സ്ത്രീയാണെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇവർ ഈ ഏതാണ്ട് 1.5 വർഷത്തോളം ഈ ഫ്ലാറ്റ് എടുത്തു. അവർ ഏതാണ്ട് 50 ദിവസമായിട്ട് തുടർച്ചയായി ഇവിടെ ഈ ആളുകൾ വന്നു പോകുന്നതൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ ബിന്ദു ഇങ്ങനെ മുൻ കേസുള്ളതായിരിക്കെ ഇത്രയും വലിയൊരു സംഘം അവിടെ പ്രവർത്തിക്കുന്ന കണ്ടെത്താൻ ഗുരുതരമായ ഒരു കാലതാമസം ഉണ്ടായി. അതേസമയം തന്നെ ഇവർ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചൂഷണം നടത്തിയതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. ഇതേപോലെ പെൺകുട്ടികളെ പലയിടത്തും എത്തിച്ചിട്ട് ഏതാണ്ട് 3500 രൂപകളാണ് ഇടപാടുകാരിൽ നിന്ന് വാങ്ങുന്നത്. എന്നിട്ട് 1000 രൂപയോ മറ്റോ ആണ് ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതെന്നും വാർത്തകൾ വരാം. ഈ ബിന്ദു ഒരു വലിയൊരു കേന്ദ്ര ബിന്ദു തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ വലിയ ഒരു അനാശാസ്യ സംഭവം തന്നെയാണ് പിടിയിലായിരിക്കുന്നത്. അപ്പോൾ അന്വേഷണ സംഘം അത് നന്നായി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതായത് ഈ അനാശാസ്യ കേന്ദ്രത്തിലേക്ക് വന്നവരിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായി പടി കിട്ടുകയും അതോടൊപ്പം തന്നെ ഈ കസ്റ്റമേഴ്സിനെയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കൃത്യമായി ഇത് അറിയിക്കും. ഈ കേന്ദ്രം ഈ റെയ്ഡ് നടക്കുമ്പോൾ ഒരാൾ ഓടിപ്പോയതായിട്ടൊക്കെ ഇങ്ങനെ അതെ അതെ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരുപാട് കാക്കിയിട്ട ആളാണോ? സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നാണ് പറയുന്നത്. ഏതായാലും ഇടപാടുകാരെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കേസിലെ ഒന്നാം പ്രതി ബിന്ദുവിൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇവിടെ വന്നുപോയവരെ കുറിച്ചുള്ള വിവരം കിട്ടിയത്. കോൾ ലിസ്റ്റിലുള്ളവർക്ക് അനാശാസ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന ശേഷം 3500 രൂപയൊക്കെ അവരിൽ നിന്ന് വാങ്ങിയിട്ട് 1000 രൂപയൊക്കെയാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ബിന്ദുവാണ് ഇത് കുറേ വർഷങ്ങളായിട്ട് നടത്തി വരുന്നത്. അപ്പോൾ ഓരോ കേന്ദ്രങ്ങൾ ആയിട്ട് ഇവർ മാറും. അതായത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തൊരു വീടെടുക്കുന്നു, അവിടെ ഒരു 4-5 ദിവസം അവിടെ ഇത്തരത്തിൽ അനാശാസ്യം നടത്തുന്നു. അതിനുശേഷം സംശയം തോന്നാതിരിക്കുക അവിടെ നിന്ന് മാറുന്നു, അടുത്ത സ്ഥലത്തേക്ക്. അർദ്ധരാത്രിയിലാണ് സ്ത്രീകളെ പാർപ്പിക്കുന്നത്. കാരണം ഈ കൊണ്ടുവരുന്ന സമയത്ത് ആൾക്കാർക്ക് പകലൊക്കെ കൊണ്ടുവന്ന ആൾക്കാർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അർദ്ധരാത്രിയിൽ സ്ത്രീകളെ കൊണ്ടുവന്ന് ഓരോ മുറിയിലായി പാർപ്പിച്ച ശേഷം കസ്റ്റമേഴ്സിനെ ഫോൺ വഴി ബന്ധപ്പെടുമ്പോൾ ദൂതന്മാർ ഒക്കെ ഉണ്ടാകും. അവർ ഇന്ന സ്ഥലത്ത് വരാൻ പറയുന്നു. അവിടെ നിന്ന് ഇവർ ബൈക്കിൽ ഈ ദൂതന്മാർ ഇവരെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത അയൽ വീടുകളൊന്നും വലുതായിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇവർ ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വന്നതിന് ശേഷം ഈ വീട്ടിലെ ഒരു ഹാളിൽ വന്നതിന് ശേഷം അവിടെ വെച്ച് ഈ സ്ത്രീകളെ കാണിക്കും. ഇതിലാരെയാണ് വേണ്ടതെന്ന് കസ്റ്റമേഴ്സിനെ കാണിച്ചതിന് ശേഷം അതിലിഷ്ടപ്പെടുന്ന അവർ സെലക്ട് ചെയ്ത ശേഷം പണം വാങ്ങി ആ റൂമിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കുള്ള ഭക്ഷണം മറ്റു കാര്യങ്ങൾ, അതായത് ഈ സ്ത്രീകൾക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ എത്തിച്ചു നൽകും. അപ്പോൾ ഇത്തരത്തിൽ ഈ യുവതികളെ എത്തിക്കുന്നു. അതുമാത്രമല്ല, ഈ യുവതികൾ പലരും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. മറ്റ് ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ വലിയ തുക വാഗ്ദാനം നൽകിയൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, അവർക്കിപ്പോൾ തുച്ഛമായ പൈസയ്ക്കായിരിക്കും അവർ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം വന്ന് 10 കസ്റ്റമേഴ്സൊക്കെ ആകുമ്പോൾ ഇവർക്ക് 1500 രൂപയൊക്കെ വെച്ചാണ് കൊടുക്കുന്നത്. 3500 കസ്റ്റമറിൻ്റെ നിന്ന് വാങ്ങിയിട്ട് 1500 രൂപ വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. എന്നാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം 10 കസ്റ്റമർ ആകുമ്പോൾ 15000 രൂപയോളം അവർക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറഞ്ഞതുപോലെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡ്രസ്സ് എടുക്കുന്നതിനും അതോടൊപ്പം മേക്കപ്പിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അത് ഉപയോഗിക്കും. ഓരോ കൂട്ടുകാരികളായിരിക്കും ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തുന്നത്. അപ്പോൾ അതെല്ലാം ശരിക്കും ചൂഷണം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഇത്തരം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലൊരു ഇടനിലക്കാരി കാണും, കുറേ ദൂതന്മാരുണ്ടാകും. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഒഴിഞ്ഞ കേന്ദ്രങ്ങളായിരിക്കും ഇവർ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുന്ന 2 നിലയൊക്കെ ഉള്ള വീടുകളിൽ ഒത്തിരി മുറികളുള്ള വീടുകളെടുത്ത ശേഷം അത് ഡെയിലി പേയ്മെൻറ്റിനൊക്കെ ആയിരിക്കും ഈ വാടക കൊടുക്കുന്നത്. ഇവിടെ സംഭവിച്ചേക്കുന്ന ഏതോ ഒരു ഡോക്ടറുടെ ഒരു ഫ്ലാറ്റാണ്. അതെ, വാടകയ്ക്ക് എടുത്തത്. 1.5 ലക്ഷം രൂപയോളം വാടകയുള്ള ഫ്ലാറ്റാണ്. അപ്പോൾ ഈ ഡോക്ടറെയും പെടുത്തി. അതെ. ഡോക്ടർ ചിലപ്പം ഇതിനു വേണ്ടിയാണെന്ന് അറിയുകയൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അവരെന്തെങ്കിലും മറ്റാവശ്യങ്ങൾ പറയും. ചിലപ്പോൾ പലപ്പോഴും ഈ ഉടമകൾ വിദേശത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ള ഇടനിലക്കാർ വഴിയായിരിക്കും ഇതൊക്കെ വാടകയ്ക്ക് എടുക്കുന്നത്. അവർ പിന്നീട് ഈ പിടിക്കപ്പെടുമ്പോഴായിരിക്കും ഓണർ ഈ സംഭവം സംബന്ധിച്ചൊക്കെ അറിയുക. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വേറെ സംഗതിയുണ്ട്. ഈ പെൺകുട്ടികളെ തേടി വരുന്നവർ എല്ലാം ബന്ധുക്കളാണത്രേ. അങ്ങനെയാണ് ഇവർ മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത്. ഏതോ റിലേറ്റീവ്സ് കാണാൻ വരുന്നു എന്ന ഒരു ഭാവത്തിലാണ് ഈ ആളുകൾ വന്ന് കയറിക്കൊണ്ട്. ചിലപ്പോൾ ഹോസ്റ്റലാണെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവരെ കൊണ്ടുവരുന്നത്. പലപ്പോഴും ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ വാർത്തയാകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ
ഒരു വീട് അല്ലെങ്കിൽ വലിയ വീടുകൾ 10 മുറിയൊക്കെ ഉള്ള വീടുകളിൽ രാത്രി 12 മണിക്ക് സ്ത്രീകളെ എത്തിക്കും. കൊൽക്കത്തയിൽ നിന്നുള്ള യുവതികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന ശേഷം ഇവരെല്ലാം ഓരോ മുറിയിൽ പാർപ്പിക്കും. കൃത്യമായി ഇത് ആഹാരമൊക്കെ ആ റൂമിൽ തന്നെ എത്തിച്ചു കൊടുക്കും. വരുന്ന കസ്റ്റമേഴ്സ് വരുമ്പോൾ ഒരു ഹാളിൽ കൊണ്ടുവന്ന് കാണിച്ച് ഇത് സെലക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് പതിവ്. അതായത് ഇപ്പോൾ ഈ ലൈംഗിക വൃത്തി അതൊരു നിയമവിരുദ്ധ പ്രവർത്തനമായിട്ട് കണക്കാക്കും. എന്താ അതിൻ്റെ ഒരു നിയമവശം എങ്ങനെയാണ്? നിയമവശം ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന കോടതി വിധിയൊക്കെ മറയാക്കിക്കൊണ്ടാണ് ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. അതിൽ കോടതി വിധി പറയുന്നത് ഇതാണ്. അതായത് പ്രായപൂർത്തിയായ ഒരു യുവാവിനും യുവതിക്കും ഒരു പുരുഷനും സ്ത്രീക്കും ഇപ്പോൾ ഹോട്ടലിൽ റൂം എടുക്കുന്നതിനൊന്നും റെയ്ഡ് ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ അവർ ഇപ്പോൾ മറ്റൊരു ഭാര്യയും ഭർത്താവും ആകണമെന്നില്ല. ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ഇത്തരത്തിൽ പ്രായപൂർത്തിയാകണമെന്ന് മാത്രം. 18 വയസ്സ് താഴെയാണെങ്കിൽ പോക്സോ ആകാം. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള റെയ്ഡുകളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് ഇത് കച്ചവടമാണല്ലോ, ഇത് ബിസിനസ്സാണ്. അത് മാത്രമല്ല നമ്മുടെ ഇപ്പോൾ മാത്രമല്ല ചൂഷണമാണ്. നമ്മുടെയൊക്കെ വീടിനടുത്ത് ഇത്തരത്തിലൊരു പെൺവാണിഭ കേന്ദ്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടക്കുന്നെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും. അതായത് പബ്ലിക് ന്യൂസൻസ് ആവാൻ പാടില്ല. അതായത് ഒരു മറ്റു കുടുംബങ്ങൾക്കോ അയൽക്കാർക്കോ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെ നിയമങ്ങൾ ഒരുപാടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഒരുപാട് പേരെ എത്തിക്കുമ്പോൾ അതൊരു കച്ചവടമായി മാറുകയാണ്. പലപ്പോഴും പറയുന്നത് സുപ്രീം കോടതി വിധിയുണ്ട്, ഇപ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇതിലൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ മസാജിങ് സെൻറ്ററുകളുടെ മറവിൽ ഈ ലൈംഗിക വൃത്തി നടക്കുന്നുണ്ട്. അവിടെ ഡോക്ടറെ എല്ലാം വെച്ചിട്ട് അവർ ഓതറൈസ്ഡായിട്ട് നടത്തും, പോലീസിനും പടി കൊടുത്ത് നടത്തും. ആരെങ്കിലും ഇപ്പോൾ പോലീസ് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും പരാതി കൊടുത്താൽ പോലീസ് തന്നെ ഇവർ ആദ്യം വിളിച്ച് പറയും, ഞാൻ പരാതി വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും മാറ്റിക്കോളാൻ. അങ്ങനെ മാറ്റുന്ന ഒരു സംവിധാനമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു കാര്യക്ഷമമായ നിയമ ഇടപെടൽ ഇതിൽ നടക്കില്ല. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ നിയമം പാലിക്കേണ്ട പോലീസുകാർ തന്നെ ഇവിടെ കസ്റ്റമറായിട്ട് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ ഒരു വീതം പോലീസുകാർക്കും വിഹിതവും കിട്ടുന്നുണ്ടാവും. ഒരുപക്ഷെ ഇതിലുള്ള സ്ത്രീകളെ ചിലപ്പോൾ സൗജന്യമായി കൊടുക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെയാണ് പോലീസുകാരെ തൃപ്തിപ്പെടുന്നത്. അപ്പോൾ പോലീസുകാർക്ക് പരാതി കിട്ടിയാൽ അവരുടനെ ഇവിടെ വിളിച്ചു പറയും. അപ്പോൾ ഇവർക്ക് ഇത് മാറ്റിയിട്ട് നോർമൽ മസാജിങ് എന്ന് പറഞ്ഞ് കാണിക്കാനും പറ്റും. അപ്പോൾ റെയ്ഡിന് വരുമ്പോൾ അവിടെ ഒന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് പതിവ്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിൽ പീഡനങ്ങൾ വർദ്ധിക്കുന്നു, കൊച്ചുകുട്ടികളെ അടക്കം പീഡിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ വൃദ്ധരായ 85-90 വയസ്സുള്ള സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാര്യമാർ മരിച്ചതോ അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് ഈ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർക്ക് അവസരം കൊടുക്കണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അത് ഈ തരത്തിൽ ചൂഷണമാകരുതെന്ന് മാത്രം. അത് സ്വന്തം ഇഷ്ടപ്രകാരം ഇതാണ് ഈ തൊഴിലാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് ഇത്തരത്തിൽ വരുന്നവർക്ക് മാത്രം. ഇത് പലപ്പോഴും കുട്ടികളെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ ആകർഷിപ്പിച്ച് കൊണ്ടുവരുന്നു, കൂടുതൽ പണം നൽകി വാഗ്ദാനം നൽകിക്കൊണ്ട് കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു ചൂഷണത്തിലേക്ക് ഇത് പോകരുതെന്നുള്ളതാണ് അതിനകത്ത് അനുശാസിക്കുന്നത്. അതുമാത്രമല്ല ഈ നിയമവൃത്തങ്ങൾ, അതായത് പോലീസിൻ്റെ ഭാഗത്തും ഇതിലൊരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ഇത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ വൈദ്യപരിശോധന നടത്തി എല്ലാവരുടെയും സ്വയം ഇഷ്ടപ്രകാരം വന്ന് നടത്തുന്ന രീതിയിൽ ആണെങ്കിൽ മാത്രമേ ഇതിനൊരു നിയമം പോലും ആ രീതിയിൽ നിൽക്കുകയുള്ളൂ.